കണ്ണൂരിലെ പാനൂർ തങ്ങൾ പീടികയിലെ സഹ്റ സ്കൂൾ ഗ്രൗണ്ടിൽ ഐസ്ക്രീം ബോംബെന്ന് സംശയിക്കുന്ന വസ്തുക്കളും കൊടിവാളും കണ്ടെത്തി. പാനൂർ പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, പരിശോധന പൂർണ്ണമായോ? എന്തെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ടോ? സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഐസ്ക്രീം ബോംബുകളാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. നാളെ ഇത് നിർവീര്യമാക്കുന്ന നടപടികളിലേക്ക് ബോംബ് സ്ക്വാഡ് കടക്കും. ആ സമയത്തായിരിക്കും അത്തരത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാവുക. ഏതായാലും ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ടാറിങ്ങിന്റെ ഭാഗമായി സൂക്ഷിച്ച ടാർ വീപ്പകൾക്ക് നടുവിൽ ഒളിപ്പിച്ച നിലയിൽ 8 ഐസ്ക്രീം കണ്ടെയ്നറുകൾ കണ്ടെത്തിയത്. ഇതിനൊപ്പം തന്നെ തുരുമ്പെടുത്ത ഒരു വടിവാൾ കൂടി കണ്ടെത്തിയിരുന്നു. പാനൂർ പോലീസും ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തുകയും ഇത് സുരക്ഷിത ഇടത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് കണ്ണവത്ത് ഇപ്പോൾ അല്പസമയം മുൻപ് ഇത്തരത്തിൽ 4 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. കണ്ണവം തൊടിക്കളത്താണ് ഇത്തരത്തിൽ 4 സ്റ്റീൽ ബോംബുകൾ ഒരു ബക്കറ്റിൽ മരപ്പൊടിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കണ്ണവം പോലീസും ബോംബ് സ്ക്വാഡും ആ പ്രദേശത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. RSS കാര്യാലയത്തിന്റെ 100 മീറ്റർ അകലെയുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ 4 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നിർമ്മിച്ചതാണ് ബോംബുകൾ എന്നതാണ് പോലീസ് അക്കാര്യത്തിൽ പ്രാഥമികമായി എത്തിയിരിക്കുന്ന ഒരു നിഗമനം. ഈ 2 സംഭവങ്ങളിലും വളരെ ഗൗരവത്തിലുള്ള അന്വേഷണമാണ് കണ്ണവം പോലീസും പാനൂർ പോലീസും നടത്തുന്നത്. കാരണം നേരത്തെ നിരവധി രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ബോംബുകൾ ഇങ്ങനെ തുടർച്ചയായി നിർമ്മിച്ച് സൂക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ എന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തുന്നത് എല്ലാം തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് കാണുന്നത്. ശരി, നിഖിൽ അളവൂരാണ് കണ്ണിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.